അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ അത്താണി എത്തിയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. ഇനി ബോർഡിംഗ് പാസ് എടുക്കണം. അങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കൗണ്ടറിലേക്ക് നടക്കുകയാണ്. നോക്കാം, നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അത്യാവശ്യം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ചെറിയ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളുടെ ബോർഡിംഗ് പാസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ ഈ ബോർഡിംഗ് പാസുമായിട്ട് ഇനി നമ്മൾ നേരെ ചെക്കിംഗ് പോയിന്റിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ ലഗേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിലേക്ക് നടക്കുകയാണ്. അങ്ങനെ എക്സിലേറ്റർ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലോഞ്ചിലെത്തിയിരിക്കുകയാണ്. ലോഞ്ചിലിരുന്നു, ഞങ്ങൾ കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ക്യൂവിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബോർഡിംഗ് പാസ് അവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് കൊച്ചി ടു ബാംഗ്ലൂരാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, കൊച്ചി ടു ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയുള്ള ബ്രിഡ്ജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കാണാം. നല്ല ഏർലി മോർണിംഗ് ആണ്, രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. 7 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. കിടക്കുന്നതാണ് അതല്ല, തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്. കണ്ട എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാറ്റങ്ങൾ വന്നതിന് ശേഷം, ടാറ്റ ഏറ്റെടുത്തതിന് ശേഷമുള്ള എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നും കൂടി നമുക്കറിയാമല്ലോ. കുറേ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ടെന്നാണ് ടാറ്റക്കാർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പുതിയ മാറ്റങ്ങൾ കാണാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞാൻ നിയാസും കൂടെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഫ്ലൈറ്റിനകത്തിട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ബ്രിഡ്ജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അതാണ് ഇത് ചെയ്തത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കേട്ടോ. സോറി കേസ്, ഫ്ലൈറ്റിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത് വന്ന ഫ്ലൈറ്റ്. ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ വന്നത്. ഇതൊരു പുതിയ ഫ്ലൈറ്റ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഫ്ലൈറ്റ് ഉണ്ട്, ബാംഗ്ലൂർ ടു മാംഗ്ലൂർ. അപ്പോൾ ആ ഫ്ലൈറ്റ് വെച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം കേട്ടോ.
ബാംഗ്ലൂർ എയർപോർട്ടിനകം വളരെ മനോഹരമായിട്ടാണ് ഒരു പണിതിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എയർപോർട്ടാണ്. ഞാൻ പല എയർപോർട്ട് കണ്ടിരുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്, ഞാൻ കുറേ വരെ കാണിക്കാം. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ മറ്റൊരു ഭാഗം ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു എയർപോർട്ടിനകത്ത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയുമോ? അതാ വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള ഒരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട്. മറ്റുള്ളതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എയർപോർട്ടാണ്. ഒത്തിരി നല്ല കാഴ്ചകളുണ്ട്. എയർപോർട്ടിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പാസ് ചെയ്ത് കൊണ്ടപ്പോഴത്തേക്ക് ഒരു ഫ്രഷ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ബില്ല് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടും. ഞങ്ങൾ ആകെ ഓർഡർ ചെയ്തെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒന്ന് കണ്ടു നോക്കും. നമ്മൾ സാധാ ഒരു നെയ് റോസ്റ്റും കണ്ട ഉഴുന്ന് പോലെ. ഇതിൻ്റെ ബില്ല് ഞാൻ കാണിച്ചു തരാം. ബില്ല് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് കഴിക്കേണ്ടെന്ന് വല്ല തോന്നിപ്പോവും. ബില്ല് കണ്ടേ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ആരും ബില്ല് കണ്ടില്ലെന്ന് പറയരുത്. നോക്കിക്കേ, 2 ദോശയും ഒരു സ്പ്രൈറ്റും ഉഴുന്നോടെയും കഴിച്ച ബില്ലാണ് 1240 രൂപ. ഹാപ്പി അല്ലേ എല്ലാവരും? എയർപോർട്ടിലെ അകത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ തന്നെയാണ് ഉള്ളത്.